Hello students, welcome to Varanda Race YouTube channel. എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷം തുടങ്ങാൻ പോവാണ്. നമ്മുടെ പുതിയ വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് ആണ് കറണ്ട് അഫയേഴ്സിന്റെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 2023 ഒരു അടിപൊളി വർഷമായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ആശംസിക്കുന്നു. അതുപോലെ എല്ലാവരും ഒരു ജോലിക്ക് സ്വപ്നം കണ്ടിരിക്കുകയല്ലേ. അപ്പോൾ 2023 നമ്മുടെ ഒരു ജോലി അതാണ് നമ്മളിനി അത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവൂ. 2023 കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. പുതിയ വർഷമാണ്, എല്ലാ ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ പഠിത്തത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിസംബർ 8 to 14 കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ബാക്കിയുണ്ട്. അപ്പോയിൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലേക്ക് എന്തെല്ലാം കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇന്ത്യൻ origin was honored with the 2022 Prime Minister's Prize in Australia. ഓക്കെ അല്ലേ? ഒരു അച്ചീവ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഏത് ഇന്ത്യൻ ഒറിജിൻ ആണ് 2022 പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൈസ് ഇൻ ഓസ്ട്രേലിയ കിട്ടിയിരിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 നോക്കിയേ, വീണ നായർ. 2 അപരിചിത റായ്. 3 നീന സിംഗ്. 4 രേമ രാജേശ്വരി. നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ത് ചെയ്യുക? നിങ്ങളാണെങ്കിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്കാം, ഞാനായിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഓപ്ഷൻ കറക്റ്റ് ആണോ നമുക്ക് നോക്കിയാലോ? ഓക്കെ, ആൻസർ ഏതാണ്? വീണ നായരാണ്. വീണ നായർക്കാണ് 2022 പ്രൈം മിനിസ്റ്റേഴ്സ് പ്രൈസ് ഇൻ ഓസ്ട്രേലിയ കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത കഴിഞ്ഞ് നോക്കിയേ, ഹു ഹാസ് വോൺ ദ സിൽവർ അറ്റ് 2022 വേൾഡ് വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പ് അറ്റ് കൊളംബിയ. അപ്പോൾ 2022 വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് കൊളംബിയയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ സിൽവർ മെഡൽ നേടിയത് ആരായിരിക്കും? 4 ഓപ്ഷനാണുള്ളത്. 1 സ്നേഹ സോറൻ, 2 സുഖേറെ, 3 ഗണേഷ് മാലി, 4 മീരാബായി ചാനു. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന ഏകദേശം ഭൂരിഭാഗം ആൾക്കാർക്കും പരിചിതമായിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? നമ്മുടെ മീരാബായി ചാനു തന്നെയായിരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആൻസർ ആണോ എന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ സിൽവർ മെഡൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? മീരാബായി ചാനുവിനാണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? മീരാബായി ചാനു. നമുക്കറിയാവുന്ന ഓപ്ഷൻ തന്നെയാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ കൂടുതലായിട്ടും അത് അദ്ദേഹം തന്നെയാണ് വരുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യസ് ഫസ്റ്റ് ഡ്രോൺ യാത്ര ഹാസ് ബീൻ ഇനാഗുറേറ്റഡ്. ഇന്ത്യ ഫസ്റ്റ് ഡ്രോൺ യാത്ര എവിടെ നിന്നാണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? 4 സിറ്റി കൊടുത്തിട്ടുണ്ട്. അഹമ്മദാബാദ്, ചെന്നൈ, നോയിഡ, ഫരീദാബാദ്. നിങ്ങളായിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഡ്രോൺ യാത്ര, അതുകൊണ്ട് ഫസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റാ. ഫസ്റ്റ് ഡ്രോൺ യാത്ര ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ആൻസർ നോക്കാം. ചെന്നൈ ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഡ്രോൺ യാത്ര ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ചെന്നൈയിൽ നിന്നാണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് മിലിറ്ററി എക്സസൈസ് ഉണ്ട്. അതിൽ ഈ വർഷം നടന്നതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കുറേ രാജ്യങ്ങൾ, അപ്പോൾ ഇന്ത്യ USA വജ്രപ്രഹാർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ USA തമ്മിലാണ്. അപ്പോൾ ചില മിലിറ്ററി എക്സസൈസിൻ്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ അത് ഇന്ന കൺട്രീസ് ആണ് ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നിന്ന് മാക്സിമം കട്ട് ചെയ്ത് പോകാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത് വരുവാണെങ്കിൽ അതൊരു ഫിക്സ്ഡ് കൺട്രി ആണ്. അങ്ങനെ കുറച്ച് ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. അത് ആർമി, നേവി, എയർഫോഴ്സ്, അതിൻ്റെ ഏതിൻ്റെയാണെന്നും കൂടെ നോക്കി വെച്ചേക്കുക. മിലിറ്ററി എക്സസൈസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, തേർഡ്, ആദ്യത്തെ 3 എഡിഷൻ വരുമ്പോൾ എഡിഷൻസും പ്ലേസും മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയും തായ്ലൻഡും, തായ്ലൻഡിൻ്റെ ആർമി ഫോഴ്സസ് നടത്തുന്ന മിലിറ്ററി എക്സസൈസ് ആണ് മൈത്രി. ഓക്കെ അല്ലേ? ഇന്ത്യയുടെയും തായ്ലൻഡിൻ്റെയും ആർമി നടത്തുന്ന മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് മൈത്രി. അതുപോലെ നോക്കിയേ, നേവി ഉണ്ട്. നേവി നടത്തുന്ന എക്സസൈസ് ആണ്, മിലിറ്ററി എക്സസൈസ് ആണ് ഇൻഡോ തായ് കോർപ്പറ്റ്. കണ്ടോ? കോർപ്പറ്റ് ഇന്ത്യയുടെയും തായ്ലൻഡിൻ്റെയും റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് കോർപ്പറ്റ്. ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡോ തായ് കോർപ്പറ്റ്. അടുത്ത നോക്കിയേ, എയർഫോഴ്സ്. ഇന്ത്യയുടെയും തായ്ലാൻഡിൻ്റെയും എയർഫോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതാണ് നോക്കിയേ, സിയാം ഭരത്. ഓക്കെ അല്ലേ? അപ്പോൾ
ഇന്ത്യയുടെയും തായ്ലൻഡിന്റെയും 3 എക്സസൈസ് ആണ് മൈത്രി, ഇന്തോ തായ് കോർപ്പറ്റ്, സിയാം ഭരത്. അടുത്ത കഴിഞ്ഞ് നോക്കിയേ, ഇന്ത്യയുടെയും UK തമ്മിൽ നടത്തുന്നതാണ്. ഇന്ത്യൻ്റെയും UKൻ്റെയും ആർമീൻ്റെ മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് അജയ്യ വാരിയർ. ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ, തേർഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കറണ്ട് അഫേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അജയ്യ വാരിയർ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും UK ഫിക്സ്ഡ് ആണ്. നോക്കി, നേവി, ഇന്ത്യയുടെയും UKൻ്റെയും നേവി എക്സസൈസ് ആണ് കൊങ്കൺ. ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പഠിച്ചു പോവാ. ഇന്ത്യയുടെയും UKയുടെയും നേവി എക്സസൈസ് ആണ് ഏതെന്ന് വിളിക്കുന്നത്? കൊങ്കൺ. അങ്ങനെയാണെങ്കിൽ എയർഫോഴ്സിന്റെ ഏതാ നോക്കിയേ? ഇന്ദ്രധനുഷ് 4. ഓക്കെ അല്ലേ? അടുത്ത ഇന്ത്യ US ആർമീൻ്റെ ആണ് നോക്കിയേ, വജ്രപ്രഹാർ. ഒരുപാട് തവണ കറണ്ട് അഫേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ യുദ്ധഭ്യാസ്, ഈ അജയ്യ വാരിയർ, യുദ്ധഭ്യാസ്, വജ്രപ്രഹാർ ഒക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതും ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ യുദ്ധഭ്യാസും വജ്രപ്രഹാറും ഏതാണ്? ഇന്ത്യയും US നടത്തുന്ന ആർമി മിലിറ്ററി എക്സസൈസ് ആണ്. അടുത്ത് നോക്കിയേ, നേവി, ഇന്ത്യയുടെയും US നേവൽ എക്സസൈസ് ആണ് മലബാർ, മൾട്ടിലാറ്ററൽ എക്സസൈസ് ആണ് കേട്ടോ. അതുപോലെ എയർഫോഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സസൈസ് ആണ് റെഡ് ഫ്ലാഗ് 16-1 എന്ന് വിളിക്കുന്നത്. അടുത്തൊക്കെ ഇന്ത്യയുടെയും വിയറ്റ്നാമിൻ്റെയും ആർമി എക്സസൈസ് ആണ് എന്ന് വിളിക്കുന്നത് വിൻബെക്സ്. വിയറ്റ്നാം ഇന്ത്യ അല്ലേ, അപ്പോൾ വിൻബെക്സ്, വിയറ്റ്നാം ഇന്ത്യ, വിൻബെക്സ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ്റെയും ആർമി എക്സസൈസ് ആണ് ഓസ്ട്ര ഹിന്ദ്. നല്ല പേരല്ലേ? ഇന്ത്യ, ഓസ്ട്രേലിയ, ഓസ്ട്ര ഹിന്ദ്. അത് കഴിഞ്ഞിട്ട് നേവി നോക്കിയേ, അസിൻഡെക്സ് എന്നാണ്. അസിൻഡെക്സ് എന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഓസ്ട്രേലിയ ഇൻഡെക്സ് എന്ന് ആലോചിക്കുക. അസിൻഡെക്സ് നേവിയുടെ ആണ്. അസിൻഡെക്സ്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആർമി എക്സസൈസ് ആണ് സംപ്രീതി. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ആർമി മിലിറ്ററി എക്സസൈസിന്റെ പേരെന്താ? സംപ്രീതി. അടുത്ത നോക്കി, നേവിയുടെ ആണെങ്കിലോ ഇൻബെൻ കോർബാറ്റ്. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു തായ്ലൻഡിന്റെയും അതുപോലെ ബംഗ്ലാദേശിന്റെയും കോർപ്പറ്റ് വരുന്നുണ്ടോ? ഇത് ഇൻ കോർപ്പറ്റ് ആണെങ്കിൽ അതെന്തായിരുന്നു? ഇന്തോ തായ് കോർപ്പറ്റ് ആയിരുന്നു. അപ്പോൾ കോർപ്പറ്റുകൾ മാത്രം വരുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. അടുത്ത എയർഫോഴ്സിൽ നോക്കിയാൽ ടേബിൾ ടോപ്പ് എക്സ് മിലിറ്ററി എക്സസൈസ്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ടേബിൾ ടോപ്പ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യയും ഏത് കൺട്രിയുമായിട്ട് നടന്ന മിലിറ്ററി എക്സസൈസ് ആണ്? അത് ഇന്ത്യ ബംഗ്ലാദേശ് ആണ്. അടുത്ത നോക്കി, ഇന്ത്യയുടെയും ചൈനയുടെയും ആർമി എക്സസൈസ് ആണ് ഹാൻഡ് ഇൻ ഹാൻഡ്. അടുത്ത ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ആർമി എക്സസൈസ് ആണ് ശക്തി. നേവി എക്സസൈസ് ആണ് വരുണ. എയർഫോഴ്സ് എക്സസൈസ് ആണ് ഗരുഡ. ശക്തി, വരുണ, ഗരുഡ മൂന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ശക്തി, വരുണ, ഗരുഡ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വരുണ. ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും നേവൽ എക്സസൈസ് ആണ് എന്ന് വിളിക്കുന്നത് വരുണ. മറ്റേത് ഏതൊക്കെയാണ്? ശക്തി, ഗരുഡ, വരുണ. മൂന്നും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വരുണയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസ് പഠിച്ചു വെക്കുമ്പോൾ പുതുതായിട്ട് വരുന്ന ഫസ്റ്റ് എഡിഷൻ, സെക്കൻഡ് എഡിഷൻ മാത്രം നമ്മൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. ഇതൊരു സ്റ്റാറ്റിക് പോലെയാണ്. ഇത്രയും ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്നതാണ്. ഇത് ഏതെങ്കിലും എഡിഷൻ നടന്നിട്ടുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്ര സ്ട്രഗിൾ വരത്തില്ല. ഇത് ഇപ്പോഴേ അങ്ങ് തറവാക്കി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വേർഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ വേർഡ് ഓഫ് ദി ഇയർ 2022 ആസ് പെർ ദി ഓക്സ്ഫോർഡ് ഇയർ ഓഫ് ദി വേർഡ് 2022 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഏത് വേർഡിനെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഹോമർ, പെർമാക്രൈസിസ്, ഗ്യാസ് ലൈറ്റിംഗ്, ഗോബ്ലിൻ മോഡ്. നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? ഒന്നാലോചിച്ച് നോക്കിയേ, ഒന്ന് കമൻറ്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, ഏതാണ് ആൻസർ എന്ന് വിളിക്കുന്നത്? ഗോബ്ലിൻ മോഡാണ്. ഇത് സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഈ 2022 ഭൂരിഭാഗം ആൾക്കാരും റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഒരു വിർച്വൽ വേൾഡിൽ ജീവിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതൊരു വിർച്വൽ ക്യാരക്ടറാണ്. ഒരു നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒക്കെ പോലെയുള്ളൊരു ക്യാരക്ടറാണ് ഏതാ? ഗോബ്ലിൻ മോഡ് എന്ന്. ഹാരി പോട്ടറിൻ്റെ തന്നെ ഒരു ക്യാരക്ടറാണ് ഗോബ്ലിൻ മോഡ് എന്ന് വിളിക്കുന്നത്. ഹാരി പോട്ടറിൻ്റെ ക്യാരക്ടറാണ് ഗോബ്ലിൻ മോഡ്. ഒരു വിർച്വൽ രീതിയിൽ റിയാലിറ്റിയിൽ നിന്ന് മാറി നമ്മളൊക്കെ ഒരു വിർച്വൽ മുഖം അണിഞ്ഞ് ജീവിക്കുന്നവരെന്നുള്ള രീതിക്കാണ് ഓക്സ്ഫോർഡ് ഈ ഒരു ഗോബ്ലിൻ മോഡിനെ എന്ത് ചെയ്തേക്കുന്നത്? വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ഗ്യാസ് ലൈറ്റിംഗ് ഓക്സ്ഫോർഡ് അല്ല, മറ്റൊരാൾ വേർഡ് ഓഫ് ദി ഇയർ 2022 സെലക്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 2022 ഡിസംബർ വന്നിട്ട് നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നളന്ത അൺടിൽ വി മീറ്റ് അഗെയിൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് നോക്കിയേ, അത് ഗൗതം ബോറയാണ്. നളന്ത അൺടിൽ വി മീറ്റ് എഗെയിൻ എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്, അത് നമ്മുടെ ഗൗതം ബോറ. ദ വേൾഡ് എ ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് നോക്കിയേ, സൈമൺ സബാഗ് ആണ്. സൈമൺ സബാഗ്. അടുത്ത പുസ്തകം നോക്കിയേ, E.K. ജാനകി അമ്മാൾ ലൈഫ് ആൻഡ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ. E.K. ജാനകി അമ്മാൾ ലൈഫ് ആൻഡ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ എഴുതിയിരിക്കുന്ന ആരാണ്, നിർമ്മല ജെയിംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കൊടുത്തേക്കുന്നത്, ഇതൊന്നും സ്കിപ്പാക്കരുത്. അത് കഴിഞ്ഞ ശേഷം വിന്നിങ് ദ ഇന്നർ ബാറ്റിൽ ബ്രിങ്ങിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു ടു ക്രിക്കറ്റ്. ഓക്കെ, ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ആരെ എഴുതിയിരിക്കുന്നത് നോക്കെ, ഷെയ്ൻ വാട്സൺ. ഷെയ്ൻ വാട്സന്റെ ബുക്കാണ് എന്ന് വിളിക്കുന്നത് വിന്നിങ് ദ ഇന്നർ ബാറ്റിൽ. വിന്നിങ് ദ ഇന്നർ ബാറ്റിൽ. ഓക്കെ, മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആരാണ്, രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുതിയൊരു ബുക്കാണ് മോദി അറ്റ് 20 ഡ്രീംസ് മീറ്റ് ഡെലിവറി ആൻഡ് ഹേർട്ട്ഫുൾ ദ ലീഗസി ഓഫ് ദി ഫെയ്ത്ത്. ഓക്കെ, ബുക്ക് കുറച്ച് വലുതാണ്. ഡ്രീംസ് മീറ്റ് ഡെലിവറി, മോദി അറ്റ് 20 ഡ്രീംസ് മീറ്റ് ഡെലിവറി എഴുതിയിരിക്കുന്നത് ആരാണ്, രാജീവ് ചന്ദ്രശേഖർ ആണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്കേ, ഡില ന്യൂക്ലിയറൈസേഷൻ DILC, അതായത് ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഏഷ്യ. ഇത് വേറെ ഭാഷയാ. ഓക്കെ, ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്, റെനെ നബയാണ്. റെനെ നബയാണ് എഴുതിയിരിക്കുന്നത്. ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിരിക്കുന്ന ആരാണ്, റെനെ നബയാണ്. അടുത്ത ബുക്ക് നോക്കിയേ, അജണ്ട ഫോർ മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഗിരിരാജ് സിംഗ്. അദ്ദേഹമാണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. ആരാ, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗിരിരാജ് സിംഗ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, അത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഈ ഡിസംബർ മന്തിലെ ഇമ്പോർട്ടൻ്റ് ബുക്സ് ആണ് ഇതൊക്കെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. വിച്ച് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഹാസ് ദ കൺട്രീസ് ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ യോഗ സെന്റർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ യോഗ സെന്റർ വന്നിരിക്കുന്നത് ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ്? 4 ഓപ്ഷൻ ഉണ്ട്. 1 പുതുച്ചേരി, 2 ദാമൻ ആൻഡ് ദിയു, 3 ലഡാക്ക്, 4 ജമ്മു ആൻഡ് കാശ്മീർ. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്തേനെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ നമ്മുടെ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് കൺട്രീസ് ബിഗ്ഗസ്റ്റ് ഇന്റർനാഷണൽ യോഗ സെന്റർ വരുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which country used steam to propel the moon spacecraft successfully? നോക്കെ, മൂൺ സ്പേസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റീം യൂസ് ചെയ്തേക്കുന്നത് സക്സസ്ഫുള്ളി ഏത് കൺട്രി ആണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഉണ്ട്. ചൈന, ജപ്പാൻ, റഷ്യ, ഇന്ത്യ. 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആയിരുന്നെങ്കിൽ ഏത് മാർക്ക് ചെയ്തേനെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അങ്ങനെയാണെങ്കിൽ ചൈന, ജപ്പാൻ, റഷ്യ, ഇന്ത്യ. നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തോളുക. എന്താ ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി ജപ്പാനാണ്. ജപ്പാനാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ മൂൺ സ്പേസ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി സ്റ്റീം യൂസ് ചെയ്തേക്കുന്ന ആരാണ്? ജപ്പാനാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂസും കൂടെ നോക്കാം. നമ്മുടെ IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് റിസർച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു ഓഷ്യൻ വേവ് എനർജി കൺവേർട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഷ്യൻ വേവ് എനർജി കൺവേർട്ടർ. ഓക്കെ അല്ലേ? ഇതിനെന്ത് ചെയ്യാൻ പറ്റും? സീവേഴ്സിൽ നിന്ന്, കടൽ തിരമാലകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ IIT മദ്രാസ് ഓഷ്യൻ വേവ് എനർജി കൺവേർട്ടർ എന്ത് ചെയ്തേക്കുന്നത്, രൂപം കൊടുത്തേക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് നോക്കേ, നമ്മുടെ ISRO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ISROയും അതുപോലെ നമ്മുടെ ആരാ നോക്കിയേ, ഇൻക്യുബേറ്റർ ആൻഡ് ആക്സിലറേറ്റർ സോഷ്യൽ ആൽഫയും കൂടെ ചേർന്നിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് ലോഞ്ച് ചെയ്യാനാണ്? ഒരു സ്പേസ് ടെക് ഇന്നവേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, സ്പേസ് ടെക് ഇന്നവേഷൻ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. അപ്പോൾ മൂണിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ISRO ആയിട്ടും വേവുമായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊന്നും സ്കിപ്പാക്കരുത്. എല്ലാം അത്യാവശ്യം പറഞ്ഞു പോയതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക.
ഓക്കെ, വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫേഴ്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ജി കെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഈ വീഡിയോയുടെ PDF നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പുതിയ വർഷമാണ്, എല്ലാവർക്കും എല്ലാവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. ഓക്കെ, എല്ലാവരെയും വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു.